Value Education, Block 4, Unit 4. Process of Human Adjustment. സോഷ്യൽ ഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ സോഷ്യലൈസേഷൻ ആവശ്യമാണെങ്കിൽ അവിടെ നമ്മൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനെ പല രീതിയിൽ നമ്മൾക്ക് പറയാം. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ വ്യൂ പോയിൻ്റ് പ്രകാരവും ഓരോ തരത്തിലുള്ളതാണ്. എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് നല്ലൊരു പങ്ക് വഹിക്കാനുണ്ട്. നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായി ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനെ നമ്മൾക്ക് ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഓർഡർ ടു കറക്റ്റ് ഓർ ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം മാറ്റങ്ങളാണോ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു വ്യത്യാസം വരുത്തുകയാണ്. നമ്മുടെ ചില പിടിവാശികൾ വേണ്ട എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ചില ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു, അതിലൊരു വ്യത്യാസം വരുത്തുന്നു. അപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയോ ബന്ധങ്ങൾ ശരിയാക്കാൻ വേണ്ടിയോ നമ്മൾ നടത്തുന്ന ചില വ്യത്യാസങ്ങൾ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ചില ചേഞ്ചുകളാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ്. നമ്മൾ ഒരിക്കലും അതൊരു സ്റ്റേറ്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇറ്റ് ഈസ് കണ്ടിന്യൂവസ് ത്രൂ ഔട്ട് ലൈഫ്. നമ്മളെപ്പോൾ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്താൽ പോരാ. അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് റിലേഷൻഷിപ്പ് ഗുഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ബയോളജിക്കൽ കൺസെപ്റ്റ് പ്രകാരം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡാപ്ഷൻ ഫോർ സർവൈവലാണ്. നിലനിൽപ്പിനു വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ചില മാറ്റങ്ങൾ, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് ബയോളജിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ വ്യൂ പോയിന്റിൽ പറയുന്നത്. എന്നാൽ കൾച്ചറൽ വ്യൂ പോയിന്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ടേമിനെ അവർ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്, adjustment means when an individual is accepted by their cultural group. എപ്പോഴാണോ ഒരു വ്യക്തി അദ്ദേഹം ഉൾപ്പെടുന്ന സാംസ്കാരിക ഗ്രൂപ്പിൽ സ്വീകാര്യനാകുന്നത്, അല്ലെങ്കിൽ അവനെ എപ്പോഴാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ആ സമയത്ത് അവൻ അഡ്ജസ്റ്റഡ് ആണ്. നമ്മുടെ ഗ്രൂപ്പിൽ നിലനിൽക്കാൻ അവൻ അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും റിലേറ്റ് ചെയ്യുമ്പോൾ ഓരോ തരത്തിലായിരിക്കും. നമ്മൾക്കൊരു കോമൺ ഡെഫിനിഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു സാഹചര്യത്തിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കില്ല വേറൊരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. ഒരു വ്യക്തി ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വേറൊരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ചിന്തകളുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിലുള്ള റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്ന ചില ചേഞ്ചുകളാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം റിലേഷൻഷിപ്പിൽ പല വ്യൂ പോയിൻറ്റ്സ് ഉള്ള ആളുകളുണ്ടായിരിക്കാം, പല ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കാം, പല ചിന്താഗതിക്കാരായിരിക്കാം. അപ്പോൾ ഇവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തിന് തയ്യാറാവണം? അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്നതായിരിക്കണം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്ന ഒരു രീതി, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഹ്യൂമൻ ലൈഫിൻ്റെ സക്സസ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്നെവിറ്റബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് സാധാരണയായി നടത്താറുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് കോമൺ ആയി കാണാൻ കഴിയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെ റിലേഷൻസിലാണ് ഉണ്ടാവാറുള്ളത്? ഒന്ന്, ഹസ്ബൻഡ് വൈഫ് ആൻഡ് വൈസ് വേഴ്സ. ദെൻ പാരൻ്റ് ചൈൽഡ്, ഗ്രാൻഡ് പാരൻസ് ഗ്രാൻഡ് ചിൽഡ്രൻ, ബ്രദർ സിസ്റ്റർ, സിബ്ലിങ്സ്, കസിൻസ്, റിലേറ്റീവ്സ്, എക്സെട്ര. ലാൻഡ് ടെനൻറ്റ്, എംപ്ലോയർ എംപ്ലോയി, പൊളിറ്റീഷ്യൻ സിറ്റിസൺ, മാസ്റ്റർ മിസ്ട്രസ്, സെർവൻറ്റ്. അതായത് ഒരു വീട്ടിലെ മുതലാളിയും അവിടെയുള്ള തൊഴിലാളികളും തമ്മിലൊക്കെ എല്ലായ്പ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ പോലീസ്, പബ്ലിക്,
ബ്യൂറോക്രാറ്റിക് പബ്ലിക് അധികാരികളും സാധാരണക്കാരും, ടീച്ചർ ടോട്ടർ ടീച്ചറും സ്റ്റുഡൻറ്റും, ഡോക്ടർ പേഷ്യൻ്റ്, പ്രൊഫഷണൽസ് നോൺ പ്രൊഫഷണൽസ്, സ്കൂൾ മാനേജ്മെൻറ്റ് പാരൻസ്, ലോ മേക്കേഴ്സ് ലോ ബ്രേക്കേഴ്സ്, അതേഴ്സ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും എന്തിലേർപ്പെടുന്നുണ്ട്? അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ, ഗുഡ് വാല്യൂസ് അദ്ദേഹം പൊസസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ്, ക്ഷമ, അതേപോലെ കൈൻഡ്നെസ്, ദയ, മറ്റുള്ളവരെ പരിഗണിക്കുക, അവരോട് തോന്നുന്ന ദയ, പിന്നെ ഹെൽപ്ഫുൾ ആയിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്ഥിതിയുള്ളവരായിരിക്കണം. അങ്ങനെ കുറേ നല്ല മര്യാദകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ അഡ്ജസ്റ്റബിൾ പേഴ്സൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ സാധാരണ ഉൾപ്പെടാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ഫോർ ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് റെസ്പോൺസിബിലിറ്റി. A well-adjusted person can handle his responsibilities in a good manner. അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായ ധാരണ ഇദ്ദേഹത്തിനുണ്ടായിരിക്കും. ഒരു വെൽ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും അവനവൻ എന്തെല്ലാം ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടത്, അതേപോലെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത എല്ലായ്പ്പോഴും ഇത്തരം വ്യക്തികളിൽ ഉണ്ടായിരിക്കും. അത് കൃത്യമായി അവർ പെർഫോം ചെയ്യുകയും ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. ദെൻ രണ്ടാമതായി പറയുന്നത് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. ഇപ്പോൾ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചോ ഒന്നും അമിതമായ ആശങ്കയോ അല്ലെങ്കിൽ പേടിയോ ഒന്നും ഉണ്ടാവില്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ശാന്തമായ രീതിയിൽ എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത അവർക്കുണ്ടായിരിക്കും. ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയാണത്. ഇപ്പോൾ ഒരു വെൽ അഡ്ജസ്റ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവൻ ഏകദേശം ഇത്ര റാങ്കിലെത്തും, എനിക്ക് ഇത്ര അംഗീകാരങ്ങൾ കിട്ടും, എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാം ആ കുട്ടിയിലുണ്ടായിരിക്കും. അവന് പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷനോ അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസം ആത്മഹത്യ ചെയ്യാൻ തോന്നുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇമോഷണലി സ്റ്റേബിളാണ്, അവരൊരു അഡ്ജസ്റ്റബിൾ പേഴ്സൺ ആണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും. ദെൻ 3, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഗുഡ് വാല്യൂസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദേ ആർ ഫ്രീ ഫ്രം ഇന്നർ കോൺഫ്ലിക്ട്സ്. അവർക്ക് ഒരിക്കലും മനസ്സിലിങ്ങനെ ആശയക്കുഴപ്പങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാൻ കഴിയുന്ന ഒരാളുകളാണ് ഈ അഡ്ജസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഓരോ സാഹചര്യത്തിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു മെൻ്റൽ മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരിക്കും. ദെൻ ഈഗോ ഡെവലപ്മെൻ്റ് ആണ്. ഈഗോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു സെക്യൂർഡ് ഫീലിംഗ് ഉണ്ടായിരിക്കും. എനിക്കതിന് കഴിയും, എനിക്ക് ആ സാഹചര്യത്തിൽ പിടിച്ചു കഴിയാൻ കഴിയും, അങ്ങനെയുള്ളൊരു നിലനിൽപ്പിനെ പറ്റി അവർക്കൊരു ആശങ്കയുണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയും, അത് പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഈഗോ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു നല്ലൊരു സ്റ്റാറ്റസ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അവരത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. കൃത്യമായി അവർ ചെയ്യേണ്ട വർക്കുകൾ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്ത് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി പ്രവർത്തിച്ച് ഗുഡ് റിസൾട്ട് അവർ അച്ചീവ് ചെയ്യും. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു ഈഗോ ഡെവലപ്മെൻറ്റ് അവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ പേഴ്സൺസിൽ കാണാൻ കഴിയും. അതും ഒരു ക്രൈറ്റീരിയ ആണ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ക്യൂരിയോസിറ്റി ആൻഡ് സ്പോണ്ടേനിയറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ ആ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാനൊരാഗ്രഹം ഉണ്ടാവും. അതല്ലാതെ അമിതമായ ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും അഡ്ജസ്റ്റബിൾ പേഴ്സൺസിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണം, ഒരുപാട് സമയതാമസം എടുക്കാതെ എന്നാൽ വ്യക്തമായി ആലോചിച്ച്
നല്ല രീതിയിൽ പ്രതികരിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ സാഹചര്യത്തിനനുസരിച്ച് സ്പോണ്ടാനിയസ് ആയി റെസ്പോണ്ട് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി ഈ അഡ്ജസ്റ്റബിൾ പേഴ്സൺസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ക്രൈറ്റീരിയ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത്? റെസ്പോൺസിബിലിറ്റി, സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഇൻ്റഗ്രേഷൻ, ഈഗോ ഡെവലപ്മെൻറ്റ്, ക്യൂരിയോസിറ്റി ആൻഡ് സ്പോണ്ടാനിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സൺസ് അവർ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾ എല്ലായ്പ്പോഴും കൺസ്ട്രക്റ്റീവ് റിസൾട്ട്സ് തരുന്നതായിരിക്കും. അതല്ലാതെ ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് നാച്ചുറലുള്ളതല്ല, കൺസ്ട്രക്റ്റീവ് റിസൾട്ട്സ് നൽകുന്ന ആളുകളാണ് നമ്മളുടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്ന വ്യക്തികൾ. കാരണം അവർ ഒരുപാട് ഗുഡ് വാല്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ടായിരിക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പുൾ ഫാക്ടേഴ്സുമുണ്ട്, പുഷ് ഫാക്ടേഴ്സുമുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പുൾ ഫാക്ടേഴ്സാണ്. പുൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ടേഴ്സ് വിച്ച് പുൾ അസ് ഫ്രം അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്ന് തന്നെ നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവില്ലേ? നമ്മളെ അതിൽ നിന്ന് വലിച്ചു നീക്കപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ആ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മളെ അപ്പോഴേക്കും പുള്ളിയും ഈ ഫാക്ടേഴ്സ് നമ്മളെ പിന്നോക്കം പിടിച്ചു വലിക്കും. അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് പുൾ ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ അഗ്രഷൻ. അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണോത്സുകത എന്നൊക്കെ ഒന്ന് പറയില്ലേ? പ്രകോപനമില്ലാതെ തന്നെ നമ്മൾക്ക് വേറൊരാളെ ആക്രമിക്കാനുള്ള ഒരു ത്വര, മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക, നമ്മൾ പറയുന്നത് മറ്റുള്ളവരെ അനുസരിക്കണം എന്ന് നിർബന്ധം പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധി, മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു താല്പര്യം, അതൊക്കെയാണ് അഗ്രഷനിൽ വരുന്നത്. അത് ഓരോ ഗ്രൂപ്പുകളുടെ ബിഹേവിയറാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു ആ ഗ്രൂപ്പിൻ്റെ അഗ്രസീവ് നാച്ചർ ഉണ്ടെങ്കിൽ നമ്മൾക്കും അതുണ്ടാവും. അഗ്രസീവ് നാച്ചർ ആണ് എങ്കിൽ നമ്മളത് ഇറ്റ് എൻഡ്സ് ഇൻ വയലൻസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു എക്സ്പ്രഷൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആണ്. നമ്മൾക്ക് പല പല കാര്യങ്ങളും സംതൃപ്തി ഇല്ലാതിരിക്കുന്ന കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ആ ഫ്രസ്ട്രേഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് അഗ്രഷനിലൂടെ. അങ്ങനെ അഗ്രഷൻ എന്തിലെത്തി നിൽക്കും? വയലൻസിലാണ് അവസാനിക്കപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുക എന്നൊക്കെ പറയില്ല നമ്മൾ, കാരണങ്ങളൊന്നുമില്ലാതെ. അങ്ങനെയുള്ള നാച്ചർ ചില വീടുകളിൽ രക്ഷിതാക്കൾ നല്ല അഗ്രസീവ് മാനറിലുള്ള ആൾക്കാരാവും. വെറുതെ അയൽവക്കക്കാരോട് അടികൂടാൻ പോവുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, വീട്ടിൽ തന്നെ ഒച്ച ഉയർത്തി സംസാരിക്കുക, പരസ്പരം ബഹളം വയ്ക്കുക, കലഹിക്കുക, ഭർത്താവ് ഭാര്യയെ അടിക്കുക, അതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയും എങ്ങനെയാവും? അഗ്രസീവ് നാച്ചുറലുള്ളതായിരിക്കും. ആ അഗ്രസീവ് നാച്ചർ എന്തിലെത്തിയിട്ടേ അവസാനിക്കുള്ളൂ? വയലൻസിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അഗ്രസീവ് നാച്ചുറൽ ഒരാളാണെങ്കിൽ അയാൾക്ക് വേറൊരാളുടെ മുന്നിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നില്ല. അവരുടെ മുന്നിൽ ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത് ആങ്കർ, ദേഷ്യം. ഇറ്റ്സ് എൻ ഇമോഷൻ അല്ലേ? പലർക്കും പല സിറ്റുവേഷനിലും എന്തുണ്ടാവാം? ദേഷ്യമുണ്ടാവും. അങ്ങനെ ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് നാച്ചുറാണ് വ്യക്തികൾ കാണിക്കുക. സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? ദേഷ്യം വന്നാൽ അവനെ പിടിച്ചാൽ കിട്ടില്ല, അപ്പോൾ കയ്യിലുള്ളതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോയി ആക്രമിക്കുക, വേറുള്ളവരെ അടിക്കുക. നമ്മൾക്ക് ദേഷ്യം വന്നാൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക. അങ്ങനെ അടക്കാത്ത അല്ലെങ്കിൽ അടക്കാൻ പറ്റാത്ത ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് വേറൊരാളുടെ മുന്നിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ ഒരുപാട് ദേഷ്യം, പരിധിയിൽ കവിഞ്ഞ ദേഷ്യമുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പിന്നെ വരുന്നത് ഫിയർ ആണ്. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി. അപ്പോൾ പേടി സാധാരണ രീതിയിൽ ഭീഷണിപ്പെടുത്തിയാൽ പലരും പേടിക്കും. അപ്പോൾ പല വ്യക്തികളും ഇത് ചൂഷണം ചെയ്യാറുണ്ട്. പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടി സമ്മതിക്കും. എന്നാൽ ചില പേടികൾ നമ്മൾ അതിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു പേടിയുണ്ട് നമ്മൾ അതിലേക്ക് ഏർപ്പെടില്ല, അതിൽ നിന്ന് പിൻവലിയും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കുള്ളിൽ നല്ല ഗുഡ് വാല്യൂസ് വേണം. ഇതൊന്നും ഗുഡ് വാല്യൂസ് അല്ല. അഗ്രഷനോ
ആങ്കറോ ഫിയറോ ഒന്നും എന്തല്ല, ഗുഡ് വാല്യൂസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതല്ല. അപ്പോൾ ഈ ബാഡ് വാല്യൂസ് ഉള്ള വ്യക്തികൾ, ഈ ബാഡ് വാല്യൂസ് നമ്മളെ എന്തിൽ നിന്ന് പുറകോട്ട് വലിക്കും? അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് വലിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഒരു ഗുഡ് സോഷ്യലൈസ്ഡ് ബിഹേവിയർ കാഴ്ചവെക്കാൻ കഴിയില്ല. പുഷ് ഫാക്ടേഴ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. പുൾ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്ന ഘടകങ്ങൾ. ഇത് നേരെ തിരിച്ചാണ്. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ടേഴ്സ് വിച്ച് ഫോഴ്സസ് അസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിതരാവാണ്. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് കാരണങ്ങൾ? ഫസ്റ്റ് വൺ, ഈ എംപതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അവരുമായി താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയും. അതാണ് എംപതി. വൺ നോസ് അതർ, അതായത് ഇറ്റ് ടേക്ക് വൺ ടു നോ അതർ എന്നാണ്. വേറൊരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളായി മനസ്സിലാക്കുന്നു. അപ്പോൾ അയാളുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള എംപതി. അപ്പോൾ ഞാനാണ് അവിടെയെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ തോന്നും? അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും. അതേപോലെ റിലേറ്റഡ് ആണ് സിമ്പതി, മറ്റുള്ളവരോട് തോന്നുന്ന ദയ. നമ്മൾക്ക് കഠിനമായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷേ അവരെ കാണുമ്പോൾ അവരോടൊരു ദയ തോന്നുകയാണ് നമ്മൾക്ക്. ആ സിമ്പതിയും നമ്മളെ എന്തിലേക്ക് നയിക്കും? അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കും. ദെൻ സിമ്പതിയുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഹ്യൂമർ. ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യങ്ങളെയും വളരെ കാം മൈൻഡഡായി ഫേസ് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. ഫേസിങ് വിത്ത് എ ലോഫ്, അതാണ് ഹ്യൂമർ. ഏത് സാഹചര്യം വന്നാലും ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും റെഡി ആയിരിക്കും. ദെൻ ഹെൽപ്പ്, മറ്റുള്ളവരെ സഹായിക്കുക. വേറെയുള്ളവരെ സഹായിക്കണം എന്ന് മനസ്ഥിതിയുള്ള ആളുകളാണെങ്കിൽ അവർ എല്ലായ്പ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആയിരിക്കും. അപ്പോൾ ഒരാളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് ഇറങ്ങി എന്ന് വരും. അപ്പോൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരും അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ഗിൽട്ടാണ്, കുറ്റബോധം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, നമ്മൾക്ക് മനസ്സിലായി അത് എൻ്റെ തെറ്റായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾക്ക് ഉള്ളിലൊരു ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടാവും, ഒരു കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും. എൻ്റെ തെറ്റുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കുറ്റബോധവും നമ്മളെ എന്തിലേക്ക് നയിക്കാറുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് ഒബീഡിയൻസ്. നമ്മളെല്ലാവരെയും നന്നായി അനുസരിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ അനുസരണം, മറ്റുള്ളവരെ അനുസരിക്കാനുള്ള നമ്മുടെ ഉള്ളിലുള്ളൊരു മാനസിക അവസ്ഥ, നമ്മൾ അനുസരണമുള്ള കുട്ടിയാണ്. അപ്പോൾ പലരും പലതും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ അനുസരണം മൂലം നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ദെൻ റിലാക്സ് ചെയ്യുക. നമ്മൾക്ക് അടി കൂടാൻ നമുക്ക് താല്പര്യമില്ല. അടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, നമ്മൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, കോൺഫ്ലിക്റ്റ് ആയി മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾക്കൊരു കാം മൈൻഡ് വേണം, കാം ഡൗൺ ആയിട്ട് ഇരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ റിലാക്സേഷന് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും റെഡി ആവാറുണ്ട്. ദെൻ മൈൻഡ് യുവർ ലാംഗ്വേജ്. പല കലഹങ്ങളിൽ നിന്നും നമ്മൾക്ക് പിൻവലിയണമെങ്കിൽ, അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം നമ്മുടെ ഭാഷ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ വെറുതെ കളിയാക്കുന്ന രീതിയിലോ പ്രകോപിപ്പിക്കുന്ന രീതിയിലോ അധിക്ഷേപിക്കുന്ന രീതിയിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ഭാഷ ഉപയോഗിക്കരുത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള പ്രയോഗങ്ങൾ മാത്രം ഉപയോഗിക്കുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ കൗണ്ട് ബാക്ക്വേർഡ്. അടുത്ത ഒരു ടെക്നിക്കാണ്. നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വരാൻ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് കൗണ്ട് ബാക്ക്വേർഡ്. ഒന്നുകിൽ 10 മുതൽ താഴേക്ക് എണ്ണി തുടങ്ങുക, അല്ലെങ്കിൽ 5 മുതൽ 0 വരെ എണ്ണുക, അല്ല അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാതാണെങ്കിൽ 100 മുതൽ താഴേക്ക് എണ്ണുക. അങ്ങനെ 0 എത്തുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കൗണ്ട് ബാക്ക് ഡൗൺ. ദെൻ പിഞ്ച് യുവർ സെൽഫ്.
നമ്മൾക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്, എന്തായാലും നമ്മളിപ്പോൾ അടികൂടും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മളെ തന്നെ സ്വയം നുള്ളി വേദനിപ്പിക്കാം. അപ്പോൾ നമുക്കൊരു റിയലൈസേഷൻ സ്റ്റേജിലെത്തും, വേണ്ട അടികൂടാൻ പോണ്ട, അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ബോധം വരും. അപ്പോൾ പിഞ്ച് യുവർ സെൽഫ്. ദെൻ റോഡ് റേജ്, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സ്ഥലമാണ് ട്രാഫിക് സിഗ്നൽ. സിഗ്നലിൽ ഒരു പരിധിയിലധികം നമ്മൾക്ക് കാത്തു കിടക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ പലരും അവിടെ അക്ഷമരായി തീരാറുണ്ട്. വെറുതെ ഹോണടിച്ച് ദേഷ്യം വന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തൊക്കെ ഒരു അൺകൺട്രോളബിൾ അവസ്ഥയിലെത്താറുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ വെച്ച് മനസ്സ് ശാന്തമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് യൂസ് പഞ്ചിങ് ബാഗ്. യാതൊരു തരത്തിലുള്ള ടെക്നിക്കുകളും നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കാം. കൗണ്ട് ഡൗൺ ചെയ്ത് നോക്കി, പിഞ്ച് ചെയ്ത് നോക്കി, പാട്ട് കേട്ട് നോക്കി, എത്രയായിട്ടും ഒരാളോടുള്ള ദേഷ്യം നമ്മൾക്ക് അടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരോട് അടികൂടണമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബാഗ്, എന്തെങ്കിലും ഒരു ബാഗ് വെച്ച് അതിനെ പഞ്ച് ചെയ്യാം. നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണാറില്ലേ, ബോക്സിങ് ചെയ്യുന്ന ആൾക്കാർ തൂക്കിയിരുന്ന പോലെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ട് അവരതിനെ ഇടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മൾക്ക് ദേഷ്യം ഒരു വ്യക്തിയോടാണെങ്കിൽ ആ വ്യക്തിയെ ഫിസിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. പകരം നമ്മുടെ ദേഷ്യം അടങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുക, പഞ്ചിങ് ബാഗ് ഉപയോഗിക്കുക. അപ്പോൾ പലതരം മെൻ്റൽ കൺട്രോൾ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് സ്വീകരിക്കാൻ കഴിയും. നെക്സ്റ്റ് ടോപ്പിക്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നൊരു പാകപ്പഴമാണ് അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമോഷണൽ റിയാക്ഷൻ ടു ആൻ ഐഡൻറ്റിഫയബിൾ സ്ട്രെസ്ഫുൾ ഈവൻറ്റ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരമാവധി സ്ട്രെസ് നൽകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം സംഭവിക്കുമ്പോൾ ആ ഇവൻറ്റിനോട് ആ വ്യക്തി പ്രതികരിക്കാൻ ഒരു ഇമോഷണൽ റിയാക്ഷൻ വരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അപ്പോൾ ആ ഒരു പ്രത്യേക ആ ഇവൻറ്റിനെ മറികടക്കാൻ ആ വ്യക്തിക്ക് കഴിയാതെ വരുന്ന ഒരു ട്രോമ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകാമെന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അത് പല രീതിയിൽ വരാം. ചിലപ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു, ഇപ്പോൾ മാതാപിതാക്കൾ മരിച്ചു പോവുകയോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ ഡിവോഴ്സ് ആവുകയോ, അവർ പരസ്പരം സദാസമയം കലഹിച്ചുകൊണ്ടിരിക്കുകയോ, ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കുന്നത് കാണുകയോ, കുത്തിക്കൊല്ലുന്നത് കാണുകയോ, അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മൂലം ഒരു വ്യക്തിയുടെ പ്രതികരണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൽ പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ 3 months ഓഫ് ദാറ്റ് ഈവൻ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പലരിലും അത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് മാറി അവർ ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്ത് വരാറുണ്ട്. ആ ഒരു ഇവൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഒരു 6 മാസം വരെയൊക്കെ അവരെങ്ങനെ ഹോണ്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവർ നോർമൽ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരാറുണ്ട്. എന്നാൽ ചിലർ അങ്ങനെ തിരിച്ചു വരാറില്ല. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ കാണിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചു കാലമായിട്ട് ഒരു 5-6 മാസമായിട്ട് ഇപ്പോൾ ഒരു ദുരന്ത സംഭവം ഉണ്ടായി, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിസോർഡർ ഉണ്ടായി, 6 മാസമൊന്നും കഴിഞ്ഞിട്ട് ഇതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് നൽകുന്നത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന സമയത്ത് ചിലപ്പോൾ ആ ഡിസോർഡർ കാണിക്കുന്ന വ്യക്തിക്ക് മാത്രം ട്രീറ്റ്മെൻറ്റ് നൽകിയാൽ മതിയാവും. ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് കൂടി നമ്മൾ കുറച്ചുകൂടെ ഗൈഡൻസോ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സോ ഒക്കെ നടത്തേണ്ടി വരും. ദെൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഗോൾ ഓറിയന്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിൽ ഇവർ പ്രകടിപ്പിക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് മൂഡാണ്. എല്ലായ്പ്പോഴും ഒരു നിരാശ ഉള്ള പോലെയുള്ള ഒരു മൂഡ് കാണിക്കാം, ആൻസൈറ്റി അമിതമായി ഉത്കണ്ഠ കാണിക്കാം,
മിക്സഡ് ഡിസ്റ്റർബൻസ് ഓഫ് ഇമോഷൻസ് ആൻഡ് കണ്ടക്ട്, വളരെ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും സന്തോഷമൊക്കെ മാറി മാറി വരുന്ന രീതിയിൽ പ്രകടിപ്പിക്കുക. ഹോപ്പ്ലെസ്നെസ്, ഒന്നിലും പ്രതീക്ഷ ഇല്ലാത്ത പോലെ പെരുമാറുക. ഫ്രീക്വൻറ്റ് ക്രൈം, ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരുന്ന് കരയുക. അജിറ്റേഷൻ, അതേപോലെ തന്നെ ഇംപയർഡ് ഓക്യുപ്പേഷണൽ സോഷ്യൽ ഫങ്ഷനിങ്, ട്രംബ്ലിംഗ് ഓർ ട്വിച്ചിങ്, പാൽപിറ്റേഷൻസ്, കണ്ടക്ട് ഡിസ്റ്റർബൻസസ്, ഫിസിക്കൽ കംപ്ലൈൻസ്, വിഡ്രോവൽ, അതായത് എല്ലാറ്റിനും ഒരു പിന്തിരിയുന്ന പോലെയുള്ള സ്വഭാവം. അതേപോലെ അവർക്ക് ശാരീരികമായോ മാനസികമായോ യാതൊരു തരത്തിലുള്ള ജോലിയും കൃത്യമായി ചെയ്യാൻ താല്പര്യമില്ലാത്ത പോലെ കാണിക്കുക. അതേപോലെ സ്ട്രെസ്, ടെൻഷൻ, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആയിരിക്കില്ല അഡോളസൻസ് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആ സിംറ്റംസ് ആയിരിക്കില്ല അഡൾട്ട്സിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഉള്ള വ്യക്തികളെ നമ്മൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തിനു വേണ്ടി കൊണ്ടുപോകണം? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോകണം. കാരണം ചില വ്യക്തികൾക്ക് അത് ഓട്ടോമാറ്റിക്കലി മാറി എന്ന് വരാം, ചിലർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ നമ്മൾക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. മെൻ, വിമൺ ആൻഡ് വാല്യൂസ്, സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലി രൂപീകരിക്കപ്പെടുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലായ ഒരു സ്ത്രീയും വേറൊരു പുരുഷനും ചേർന്ന് ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ഫാമിലി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിക് എലമെന്റ്സ് ആയിട്ട് വരുന്ന രണ്ട് പേരാണ് മെൻ ആൻഡ് വുമൺ. അവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവരുടെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഈക്വൽ സ്റ്റാറ്റസ് ആണ് ലഭിക്കേണ്ടത്. മെൻ, വുമൺ ആൻഡ് വാല്യൂസ്, സ്ത്രീയും പുരുഷനും ജീവിത മൂല്യങ്ങളും. നമ്മൾക്കറിയാം ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആണ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇറ്റ് കംപ്രൈസസ് ഓഫ് മെനി ഫാമിലീസ്, അല്ലേ? ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ് ഒരു സമൂഹം. ഈ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ബേസിക് എലമെൻ്റ് ആണ് ഒരു ഫാമിലി. ആ ഫാമിലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്ന് രൂപീകരിക്കുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് എലമെൻ്റ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്നതാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് തുല്യ അവകാശങ്ങളാണ് ഉള്ളത്, തുല്യ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആശയപരമായി രണ്ടുപേരും ഈക്വലാണ്. പക്ഷേ ഫിസിക്കലി ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിലും രണ്ടുപേരും വ്യത്യസ്തരാണ്. നമ്മൾ പറയാറുണ്ട് മെൻ കംസ് ഫ്രം മാർസ് ആൻഡ് ലേഡീസ് ഫ്രം വീനസ് എന്ന് പറയാറുണ്ട്. മാർസിൽ നിന്നാണ് പുരുഷന്മാർ വന്നിട്ടുള്ളത്, വീനസിൽ നിന്നാണ് നമ്മുടെ സ്ത്രീകൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് കുറേ ഫെമിനിൻ ട്രെയ്റ്റ്സ് ഉണ്ട്. നമ്മൾ ട്രഡീഷണലി നമ്മൾ വിശ്വസിച്ച് പോരുന്ന ഒരുപാട് ഗുണങ്ങൾ അതൊക്കെ സ്ത്രീകൾക്കുള്ളതാണ്. അതേപോലെ പുരുഷന്മാർക്കായിട്ട് നൽകിയിട്ടുള്ള കുറേ ട്രെയ്റ്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ ചെറിയ പെൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ അവർ സോഫ്റ്റ് ഡോൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ വെച്ച് അങ്ങനെയുള്ള ചെറിയ കുട്ടികളുമായി കൂടിച്ചേർന്നൊക്കെയുള്ള ഒരു ലഘുവായ കളികളാണ് പെൺകുട്ടികൾക്ക് നൽകാറുള്ളത്. ആൺകുട്ടികൾക്കാണെങ്കിൽ ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റോ അങ്ങനെ ഫിസിക്കലി സ്ട്രെങ്ത് ഉപയോഗിച്ച് ചെയ്യേണ്ട ഗെയിംസ് അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെയാണ് ആൺകുട്ടികളെ നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ വളർന്നു വരുമ്പോൾ തന്നെ വലുതാകുമ്പോൾ ഇവർ ഏത് രീതിയിലാവണം ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് എന്നുള്ള പോലെയാണ് ചെറിയ കുട്ടികളാകുമ്പോൾ ഉള്ള ഇവരുടെ പ്ലേയിങ് ഹാബിറ്റ്സ് വരെ നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഓരോ സൊസൈറ്റിയിലും പലതരം സ്വഭാവങ്ങൾ കാണിക്കുന്നവരുണ്ട്. മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്, പുരുഷാധിപത്യം മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അതേപോലെ ഫെമിനിസ്റ്റുകളുമുണ്ട്, രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകളുമുണ്ട്. മെയിൽ ഷോവനിസ്റ്റുകൾക്ക് എല്ലായ്പ്പോഴും അവരാണ് സുപ്പീരിയർ എന്നുള്ളൊരു ഭാവമായിരിക്കും. അപ്പോൾ അതിനെ കൗണ്ടർ പോയിന്റ് ചെയ്യുന്ന, അങ്കിൾ ടോമിനെ കൗണ്ടർ പോയിന്റ് ചെയ്യുന്ന ഒരു ഓണ്ട് ജമീമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. അമേരിക്കൻ ആഫ്രിക്കൻ വുമണിൻ്റെ ആ മാറി വരുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഓണ്ട് ജമീമ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ട്രഡീഷണലി കൽപ്പിച്ച് നൽകിയിട്ടുള്ള ചില ഗുണങ്ങൾ മസ്കുലാർ ട്രെയ്റ്റ്സ് ആണ്. അതിൽ വരുന്നത് അഗ്രസീവ്, അംബീഷ്യസ്,
അനലിറ്റിക്കൽ, ഡൊമിനന്റ്, ഡിസിഷൻ മേക്കർ, മസ്കുലിൻ. മസിൽ പവർ കൊണ്ട് കാര്യങ്ങൾ ഭരിക്കാനും തിരഞ്ഞെടുക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകളാണ് പുരുഷന്മാർ എന്നാണ് നമ്മുടെ ഒരു ട്രഡീഷണലി സ്റ്റീരിയോ ടൈപ്പ്ഡ് ആയിട്ട് പുരുഷന്മാർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള കുറേ ശീലങ്ങളുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ള കുറേ ശീലങ്ങളുണ്ട്. ഇപ്പോൾ വുമൺ ട്രേറ്റ്സിൽ വരുന്നതാണ് ചിയർഫുൾനെസ്, അതേപോലെ തന്നെ ചൈൽഡ് ലൈക്ക്, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക, ഷൈ, ജെന്റിൽ, കമ്പാഷനേറ്റ്, അങ്ങനെ കുറേ ശീലഗുണങ്ങൾ സ്ത്രീകൾക്ക് വേണമെന്ന് പറഞ്ഞ് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതേപോലെ പുരുഷന്മാർക്കുള്ള ട്രേറ്റ്സ് ആണ് അഗ്രസീവ്, ആംബീഷ്യസ്, അനാലിറ്റിക്കൽ, ഡൊമിനന്റ്, ഡിസിഷൻ മേക്കർ, മസ്കുലർ, അങ്ങനെ കുറേ സ്റ്റീരിയോ ടൈപ്പ് ട്രേറ്റ്സ് പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ മെയിൽ ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ